ജൂലൈ 16 ഇനി ഒരാഴ്ചയുടെ അകലം മാത്രം. യമനിൽ മലയാളി യുവതി നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ പബ്ലിക് പ്രോസിക്യൂട്ടർ ഒപ്പുവെച്ച വാർത്ത മലയാളികളെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ്. ാണ് നിമിഷപ്രിയ തന്റെ നിരപരാധിത്വം വെളിപ്പെടുത്തിക്കൊണ്ട് നൽകിയ ഒരു അഭിമുഖം ശ്രദ്ധ നേടുന്നത്. എപ്പോൾ വേണമെങ്കിലും പട്ടാളക്കാർ വന്ന് മരണത്തിലേക്ക് വിളിച്ചു കൊണ്ടുപോകാമെന്നും മനസ്സ് നിറയെ ഭീതി ഉണ്ടെങ്കിലും എവിടെ നിന്നെങ്കിലും തനിക്കായിട്ട് ഒരു ശുഭവാർത്ത എത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് നിമിഷ. കോട്ടയം കുറുവിലങ്ങാട് നഴ്സിംഗിന് പഠിച്ചതിന് ശേഷം 2008 നേഴ്സായിട്ട് യമനിൽ എത്തുന്നത്. എല്ലാ പെൺകുട്ടികളെയും പോലെ തന്നെ വീട്ടിലെ സാഹചര്യങ്ങൾ കൊണ്ടാണ് അവസരം ലഭിച്ചപ്പോൾ ഇവിടേക്കും എത്തിയത്. 3 വർഷം ജോലി ചെയ്ത ശേഷം 2011 നാട്ടിൽ തിരികെ എത്തി വിവാഹവും കഴിച്ചു. 2012 ഭർത്താവിനോടൊപ്പമാണ് വീണ്ടും സനയിൽ എത്തുന്നത്. അവിടെ അദ്ദേഹം വെൽഡറായി ജോലി ചെയ്തെങ്കിലും സാമ്പത്തികമായിട്ട് കാര്യമായിട്ടുള്ള നേട്ടമില്ലാതായതോടെ ഒരു ക്ലിനിക്ക് തുടങ്ങാൻ തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെയാണ് ആ ഒരു ജോലി ചെയ്തിരുന്ന ക്ലിനിക്കിലെ ചികിത്സയ്ക്കായി എത്തുമായിരുന്ന തലാൽ അബ്ദു മെഹദി എന്ന യമൻ പൗരനുമായിട്ട് പരിചയത്തിലാകുന്നതും അദ്ദേഹത്തോട് ക്ലിനിക്ക് തുടങ്ങുന്ന കാര്യം സംസാരിക്കുന്നതൊക്കെ. അദ്ദേഹത്തിന്റെ കുടുംബം ഇതേ ക്ലിനിക്കിൽ തന്നെയായിരുന്നു ചികിത്സ തേടിയിരുന്നത്. നല്ല പെരുമാറ്റവും മറ്റുമായിരുന്നത് കൊണ്ട് തന്നെ ഇത്തരത്തിൽ സ്പോൺസർമാർ വഴി ക്ലിനിക്കുകൾ തുടങ്ങുന്നത് അസാധാരണമല്ലാത്തതുകൊണ്ടും പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. അദ്ദേഹം താല്പര്യം അറിയിച്ചതോടെ നാട്ടിലെത്തി കുറച്ച് പണം സംഘടിപ്പിച്ച് മടങ്ങിയെത്താനായിരുന്നു തീരുമാനം. നാട്ടിലേക്ക് തിരിച്ചപ്പോൾ ക്ലിനിക്ക് തുടങ്ങാൻ സഹായിക്കാമെന്ന് പറഞ്ഞ ദലാലും കേരളം കാണാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. 1 മാസം അവധി ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹവും മറ്റൊരു കൂട്ടുകാരിയുമായാണ് കേരളത്തിൽ എത്തുന്നത്. തന്നോടൊപ്പം വീട്ടിൽ വരികയും പല സ്ഥലങ്ങൾ കാണാൻ പോവുകയും ഒക്കെ ചെയ്തു. അതിനിടെ വീട്ടിൽ വന്നപ്പോൾ വിവാഹ ആൽബം കാണിച്ചിരുന്നു. അതിൽ നിന്ന് ഫോണിൽ ചില ചിത്രങ്ങൾ പകർത്തിയപ്പോൾ പ്രത്യേകിച്ച് അപാകതയൊന്നും തോന്നിയില്ല. തിരികെ അദ്ദേഹത്തിനോടൊപ്പം മടങ്ങിയപ്പോൾ ഭർത്താവ് കൂടെ വരുന്നില്ല. പകരം കടം വാങ്ങിയും മറ്റും പണം സ്വരൂപിക്കുകയായിരുന്നു അദ്ദേഹം. സനയിൽ തിരികെ എത്തിയപ്പോൾ പഴയ ക്ലിനിക്കിൽ ജോലിക്ക് പ്രവേശിക്കാതെ പുതിയ ക്ലിനിക്ക് തുടങ്ങി. ഇതിനകം ആദ്യം ജോലി ചെയ്തിരുന്ന ക്ലിനിക്കിന്റെ ഉടമ വഴക്കിനും വന്നു. അവർക്ക് വരുമാനം കുറഞ്ഞു എന്നതായിരുന്നു പരാതി. ഇതോടെ ഈ ഒരു പ്രശ്നം പരിഹരിക്കാനായി ക്ലിനിക്കിന്റെ ഓഹരിയിൽ ഒരു ഭാഗം അദ്ദേഹത്തിന് നൽകാൻ തീരുമാനിച്ചു. കരാർ എഴുതിയപ്പോൾ അറബിയിലായിരുന്നതിനാൽ എന്താണ് എന്ന് വ്യക്തമായിരുന്നില്ല. 33% ഓഹരി പഴയ ക്ലിനിക് ഉടമയ്ക്ക് കൊടുത്തപ്പോൾ ബാക്കി 67% തലാലിന്റെ പേരിൽ എഴുതി. അത് പിന്നീട് അറബി പഠിച്ചതിന് ശേഷമാണ് തിരിച്ചറിയുന്നത്. ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പിന്നെ ഒരു പ്രശ്നമുണ്ടാകാതിരിക്കാനാണ് എന്നായിരുന്നു മറുപടി. ഈ ഒരു സമയത്താണ് തലാലിന്റെ യഥാർത്ഥ സ്വഭാവം തിരിച്ചറിയുന്നത്. ലഹരിക്ക് അടിമയായ ഇദ്ദേഹത്തിന് നിരവധി സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞു. മോഷണത്തിനും മറ്റും പല പ്രാവശ്യം ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ടെന്നും അറിഞ്ഞു. ഇതിനിടെ ക്ലിനിക്കിന്റെ വരുമാനം മുഴുവൻ തലാൽ എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ചോദ്യം ചെയ്യുന്നത്. പിന്നീട് ക്ലിനിക്ക് നടത്തിപ്പ് പ്രശ്നത്തിലുമായി. വഴക്കുണ്ടാകുമ്പോൾ ഓഫീസിലെത്തി ബുക്കിൽ വെള്ളമൊഴിക്കുകയും തുപ്പുകയൊക്കെ തുടങ്ങി പല കാര്യങ്ങളിൽ ഇദ്ദേഹം ചെയ്തു. പണം മുഴുവനും അദ്ദേഹം എടുക്കുന്ന കാര്യം ക്ലിനിക് മാനേജറോട് സംസാരിച്ചപ്പോൾ, നിങ്ങൾ തമ്മിൽ എന്തിനാണ് തർക്കം? 2 പേരും ഭാര്യയും ഭർത്താവുമല്ലേ? പണം ആരെടുത്താലും ഒരു വീട്ടിലേക്കല്ലേ ചെല്ലുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. നാട്ടിലെത്തിയപ്പോൾ ഞങ്ങൾ വിവാഹിതരായി എന്നായിരുന്നു അദ്ദേഹം എല്ലാവരോടും പറഞ്ഞിരുന്നത്. അത് അങ്ങനെയല്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ചില ചിത്രങ്ങൾ കാണിച്ചെന്ന് പറഞ്ഞു. പണം നഷ്ടപ്പെടാൻ തുടങ്ങിയതോടെ ക്ലിനിക്കിന്റെ ലാഭം സ്വർണമാക്കി ഒരു ലോക്കറിൽ സൂക്ഷിച്ചു. പിന്നീട് ഇതും അദ്ദേഹം തട്ടിയെടുക്കുകയായിരുന്നു. ഭാര്യയാണെന്ന് എല്ലാവരോടും പറഞ്ഞപ്പോൾ ഇക്കാര്യം അടുത്ത് താമസിക്കുന്ന ഒരു ഷെയ്ഖിനോട് പറഞ്ഞു. അദ്ദേഹം വിശ്വസിച്ചത് നാട്ടിൽ പോയപ്പോൾ വിവാഹം കഴിച്ചു എന്നായിരുന്നു. ഇതോടെയാണ് സനയിൽ ലോക്കൽ പോലീസിനെ സമീപിച്ച് പരാതി അറിയിച്ചതും. വിവാഹ തട്ടിപ്പ് പരാതിപ്പെട്ടതോടെ അവിടുത്തെ നിയമപ്രകാരം 16 ദിവസം 2 പേരും കസ്റ്റഡിയിലായി. ജയിലിൽ കിടന്ന മറ്റാരുടെയോ സഹായത്തോടെ അദ്ദേഹം വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കിയതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. കോടതിയിൽ വിവാഹ ഫോട്ടോ എന്ന പേരിൽ ഭർത്താവിനോടൊപ്പം നിൽക്കുന്ന ഫോട്ടോ എഡിറ്റ് ചെയ്ത് വെച്ചതും കേരള യാത്രക്കിടെ എടുത്ത ചിത്രങ്ങളുമെല്ലാം ഹാജരാക്കി. വിവാഹ സർട്ടിഫിക്കറ്റ് കാണിച്ചതോടെ കോടതിയും തെറ്റിദ്ധരിക്കപ്പെട്ടു. ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ആയിരുന്നു എന്നായിരുന്നു കോടതിയുടെ വിധി. ഇതിനിടെ ഭർത്താവിനെ വിളിച്ച് കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. 20 സിം കാർഡെങ്കിലും അതിനുവേണ്ടി എടുത്തു. അദ്ദേഹം എല്ലാം ഒടിച്ച് നശിപ്പിക്കുകയാണ്. ജയിലിൽ നിന്ന് പുറത്തു വന്ന ഇദ്ദേഹത്തിന്റെ വീട്ടുകാരോട് കാര്യങ്ങൾ പറഞ്ഞെങ്കിലും അവരും അത് വിശ്വസിച്ചില്ല. അദ്ദേഹത്തിന്റെ ഭാര്യയായാണ് പിന്നെ ജയിലിൽ നിന്ന് പുറത്തു വരുന്നത്. വീട്ടിൽ പോയി തർക്കിച്ചപ്പോൾ അവർ നിർബന്ധിച്ച് വിവാഹ ചടങ്ങ് പോലെ നടത്തി. കൂടെ താമസിക്കേണ്ടിയും വന്നു.
അതിനിടെ പാസ്പോർട്ടും അദ്ദേഹം സ്വന്തമാക്കി. മാനസികമായും ശാരീരികമായും പീഡനങ്ങളായിരുന്നു. പിന്നെ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിനായിരുന്നു അദ്ദേഹത്തിന്റെ ശ്രമം. വീട്ടിലിരുന്ന കൂട്ടുകാരെ വിളിച്ചു വരുത്തി അവരോടൊപ്പം കൂട്ടമായി ശരീരം പങ്കുവെക്കുന്നതിനെ നിർബന്ധിച്ചു. അതിനിടെ അദ്ദേഹത്തിന്റെ ഉപദ്രവം ശക്തമായിക്കൊണ്ടേയിരുന്നു. പാതിരാത്രിയിലും വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടേണ്ട ഒരു സാഹചര്യങ്ങൾ ഉണ്ടായി. പലപ്പോഴായി അയൽവാസികളാണ് തന്നെ വലിയ അപകടങ്ങളിൽ നിന്ന് രക്ഷിച്ചിട്ടുള്ളത്. മണിക്കൂറുകളോളം മറ്റൊരു രാജ്യത്ത് റോഡരികിൽ അർദ്ധരാത്രിയിൽ ചെലവഴിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നിട്ടും അവരുടെ കൂട്ടാക്രമണത്തിന് അനുവദിച്ചു കൊടുത്തില്ല എന്നത് മാത്രമാണ് ആശ്വാസം. നീ എന്താണ് എന്റെ താല്പര്യങ്ങൾക്ക് വഴങ്ങാത്തത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. നിങ്ങൾ എന്റെ ഭർത്താവ് അല്ലാത്തത് കൊണ്ട് എന്നായിരുന്നു എന്റെ മറുപടി. നീ എന്റെ ഭാര്യയാണ്, പറയുന്നത് അനുസരിച്ചേ പറ്റൂ, അല്ലെങ്കിൽ ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞായിരുന്നു പിന്നെയുള്ള ഉപദ്രവം. ഇവരുടെ പക്കൽ എപ്പോഴും ഒരു ചെറിയ കത്തി ഉണ്ടാകാറുണ്ട്. അത് വെച്ച് കയ്യിൽ മുറിവേൽപ്പിച്ചു. ഞരമ്പ് മുറിച്ച് ചോര ഒലിച്ച് ചോര ചുറ്റുന്നത് കണ്ട് ബാത്റൂമിലേക്കും തള്ളിയിട്ടു. അവിടെ നിന്ന് രക്ഷപ്പെട്ട് ക്ലിനിക്കിലെത്തി. സ്വന്തമായിട്ട് മരുന്ന് കുത്തിവെച്ച് സ്റ്റിച്ച് ഇട്ടത് കൊണ്ടാണ് ജീവൻ രക്ഷപ്പെട്ടത്. ഇതിനിടെ പല പ്രാവശ്യവും അദ്ദേഹത്തിന് ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. ജയിലിൽ പോയി പാസ്പോർട്ട് തരാൻ ഒരുപാട് തവണ കരഞ്ഞ് അപേക്ഷിച്ചു. തന്റെ അക്കൗണ്ടിൽ പണം വന്നിട്ടുണ്ട്, അത് എടുക്കാൻ ഒറിജിനൽ പാസ്പോർട്ട് വേണമെന്ന് കള്ളവും പറഞ്ഞു നോക്കി. എന്നിട്ടും ഒരു രക്ഷയുമില്ല. അതോടെ പാസ്പോർട്ട് നഷ്ടമായെന്ന് കാണിച്ച് എംബസിയെ സമീപിച്ചപ്പോൾ പത്രപരസ്യം നൽകി അപേക്ഷ നൽകണമെന്നായിരുന്നു നിർദ്ദേശം. ഇതും നടക്കാതെ വന്നതോടെയാണ് നിരാശയിലായപ്പോഴാണ് ജയിലിൽ വരുമ്പോൾ കാണാറുണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ സഹായിക്കാമെന്നേറ്റത്. ഇദ്ദേഹത്തെ അനസ്തേഷ്യ നൽകി ബോധം കെടുത്തിയാൽ വാഹനവുമായി വന്ന എവിടെയെങ്കിലും കൊണ്ടുപോയി ദേഹോപദ്രവം ഏൽപ്പിച്ച് ഭീഷണിപ്പെടുത്തിയും ഡിവോഴ്സിന് സമ്മതിപ്പിച്ച് ഭാര്യ അല്ലാതെ എഴുതി വാങ്ങുകയും പാസ്പോർട്ട് തിരികെ വാങ്ങാമെന്നുമായിരുന്നു തീരുമാനം. ക്ലിനിക്കിൽ നഴ്സായി ജോലി ചെയ്യുന്ന തന്റെ സങ്കടം കാണാറുള്ള ഹനാൻ എന്ന യുവതിയും ഇക്കാര്യത്തിന് സഹായിക്കാമെന്ന് പറഞ്ഞു. ഇതിനിടയിലാണ് അദ്ദേഹത്തിന് യൂറിൻ ഇൻഫെക്ഷൻ ആണ്, മരുന്ന് വേണമെന്നൊക്കെ പറയുന്നത്. ഇത് അവസരമായി എടുത്താണ് മയങ്ങുന്നതിനുള്ള മരുന്ന് കുത്തിവെക്കുന്നത്. ആദ്യം മരുന്ന് കുത്തിവെച്ചപ്പോൾ ഇദ്ദേഹം ലഹരി ഉപയോഗിക്കുന്നത് കൊണ്ട് കാര്യമായി ഏറ്റില്ല. ഇതോടെ കുറച്ചുകൂടി കൂടിയ മരുന്ന് കുത്തിവെച്ചു. ഈ സമയം ഇയാൾ ഉച്ചത്തിൽ നിലവിളിച്ച് താഴെ വീഴുകയായിരുന്നു. പിന്നീട് ബോധം കെട്ടുപോയി. പൾസ് നോക്കിയപ്പോൾ ഇല്ല എന്ന് മനസ്സിലായി. ഇത് കണ്ട് ഭയന്ന് പോവുകയായിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയാതെ. അപ്പോഴാണ് ആ ഒരു പിരിമുറുക്കം കുറയ്ക്കാനുള്ള 2 ഡോസ് മരുന്നെടുത്ത് കഴിച്ചത്. ഇതോടെ അബോധാവസ്ഥയിലേക്ക് ആവുകയും ചെയ്തു. താഴെ താമസിച്ചിരുന്ന ഹനാനോട് കാര്യങ്ങളും പറഞ്ഞു. തനിക്ക് ബോധമില്ലാതിരുന്നത് കൊണ്ട് തന്നെ ഹനാനാണ് പിന്നെ കാര്യങ്ങളെല്ലാം ചെയ്തത്. അദ്ദേഹത്തിന്റെ മൃതദേഹം ദൂരെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഒളിപ്പിക്കാനായിരുന്നു പരിപാടി. സംഗതി അറിഞ്ഞതോടെ സഹായിക്കാമെന്നേറ്റ് ജയിൽ ഉദ്യോഗസ്ഥന് കൈമലർത്തുകയായിരുന്നു. സ്വന്തമായി വാഹനത്തിൽ കൊണ്ടുപോകാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ അവർക്ക് തോന്നിയ ബുദ്ധിയാണ് കഷണങ്ങളാക്കി വാട്ടർ ടാങ്കിൽ ഒളിപ്പിക്കുക എന്നത്. 3 ദിവസം കഴിഞ്ഞാണ് എനിക്ക് ബോധം കിട്ടിയത്. ഇതോടെ വാട്ടർ ടാങ്കിൽ നിന്ന് മണം വന്നു തുടങ്ങി. ഇങ്ങനെയാണ് സ്ഥലം വിട്ട് മാരിഫ് എന്ന സ്ഥലത്തെത്തുന്നതും 1 മാസം ഒളിവിൽ താമസിക്കുന്നതും. ഇതെല്ലാം നടക്കുന്നത് 2017 ജൂലൈയിലാണ്. വൈകാതെ തന്നെ ഹനാൻ അറസ്റ്റിലായിരുന്നു. ഓഗസ്റ്റിലാണ് ഞാൻ അറസ്റ്റിലാകുന്നത്. അറസ്റ്റിലായതോടെ നാട്ടിൽ വാർത്തകൾ പരക്കുകയും ചെയ്തു. ജയിലിൽ ആരെങ്കിലും തനിക്ക് വേണ്ടി കേസ് നടത്താനോ വാദിക്കാനോ ആരും ഉണ്ടായിരുന്നില്ല. യമൻ പൗരൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പക്ഷം മാത്രമാണ് എല്ലാവരും കണ്ടത്. അവിടെ നിന്ന് വന്ന വാർത്തകളും ആ രീതിയിൽ തന്നെയായിരുന്നു. ഇതിനിടെ എംബസിയുമായി ബന്ധപ്പെട്ടെങ്കിലും യാതൊരു സഹായവും ലഭിച്ചില്ല. ഒടുവിൽ ജഡ്ജി തന്നെ ഇടപെട്ട് ഒരു ജൂനിയർ അഭിഭാഷകനെ തനിക്ക് വേണ്ടി നിയോഗിക്കുകയായിരുന്നു. അദ്ദേഹമാകട്ടെ വേണ്ട രീതിയിൽ കേസ് കൈകാര്യം ചെയ്യുകയും ചെയ്തില്ല. ഇതിനിടെ ഹനാന് കോടതി ജീവപര്യന്ത ശിക്ഷ വിധിക്കുകയും ചെയ്തു. രാവും പകലും പ്രാർത്ഥനകളുമായാണ് ഇപ്പോൾ കഴിയുന്നത്. നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ അടിയന്തരമായിട്ട് ഇടപെടണമെന്നുള്ള നിർദ്ദേശിക്കാൻ ആവശ്യപ്പെട്ടതും സുപ്രീം കോടതിയിൽ നിന്ന് ഹർജി പോയിട്ടുണ്ട്. കൊല്ലപ്പെട്ട വ്യക്തിയുടെ കുടുംബാംഗങ്ങൾ അംഗീകരിച്ച മാപ്പ് നൽകാമെന്നാണ് ശരീഅത്ത് നിയമത്തിൽ പറയുന്നത്. ഈ സാധ്യത പ്രയോജനപ്പെടുത്താനായിട്ട് നയതന്ത്ര മാർഗത്തിലുള്ള ഇടപെടലുകൾ കേന്ദ്രം നടത്തണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു. വിദേശകാര്യ മന്ത്രാലയത്തെ എതിർകക്ഷിയാക്കി സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലാണ് ഹർജി നൽകിയിരിക്കുന്നത്. അഭിഭാഷകൻ KR സുഭാഷ് ചന്ദ്രനാണ് ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. ഹർജി ഈ ഒരു മാസം 14 പരിഗണിക്കുമെന്നും സുപ്രീം കോടതി അറിയിച്ചു. എന്നാൽ ഈ മാസം 14 നിമിഷപ്രിയയെ തൂക്കിലേറ്റാൻ ഈ ഒരു യമൻ കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ നയതന്ത്ര ഇടപെടൽ നടത്താൻ 2 ദിവസം മാത്രം മതിയാകില്ല. അതുകൊണ്ട് തന്നെ അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് ഇന്നോ നാളെയോ ഹർജി പരിഗണിക്കണമെന്നും അഭിഭാഷകനായ R ബസന്ത് കോടതിയോട് ആവശ്യപ്പെട്ടു. യമൻ പൗരനായ തലാൽ അബ്ദി മഹദി 2017 കൊല്ലപ്പെട്ട കേസിലാണല്ലോ യമൻ കോടതി നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ വിധിച്ചതും. എന്നാൽ ഇവരുടെ മോചനം സാധ്യമാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നിമിഷപ്രിയയുടെ ഭർത്താവായ ടോമി തോമസും പറയുന്നത്.
ഗവർണർ ഉൾപ്പെടെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയങ്ങൾ ഉൾപ്പെടെ വിഷയത്തിൽ ഇടപെടുന്നുണ്ടെന്ന് ടോമി തോമസ് പറഞ്ഞു. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. യമൻ എന്ന രാജ്യത്തിന്റെ ഒരു പ്രത്യേകത കൊണ്ടാണ് പരിമിതി ഉണ്ടാകുന്നതെന്നും ടോമി വ്യക്തമാക്കി. നിമിഷപ്രിയയുമായിട്ട് ഫോണിൽ സംസാരിക്കാറുണ്ടെന്നും ഈ ഒരു വധശിക്ഷയുടെ തീയതി സംബന്ധിച്ച കാര്യം തന്നെ അറിയിച്ചത് നിമിഷ തന്നെയാണെന്നാണ് ടോമി പറയുന്നത്.